പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ജനുവരി 17 ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ കൊണ്ടാടുക. നമ്മുടെ പാതുവായിലെ വിശുദ്ധ അന്തോണീസ് അല്ല, ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചൊരു വചനമുണ്ട്. അത് മത്തായി 19:21. മത്തായി 19:21 യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം വളരെയധികം സ്പർശിച്ചിട്ട് ഇദ്ദേഹം വീടൊക്കെ വിട്ട് മരുഭൂമിയിൽ പോയി താമസിച്ചു. സന്യാസത്തിൻ്റെ പിതാവെന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുക. അപ്പം വളരെയധികം കൃപകളുണ്ടായിരുന്നു, വളരെയധികം തപശ്ചര്യകൾ. 20 വർഷത്തോളം മരുഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ശനിയാഴ്ച ദിവസം ഒരുമിച്ച് ചേരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിരുന്നിൽ നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവൻ എന്ന് പറയുന്ന തമ്പുരാൻ്റെ വിരുന്നിൽ നമ്മൾ വന്നണഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ കുർബാന വലിയ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മരുഭൂമിയിൽ അത്ഭുതകരമായ ജീവിതശൈലിയിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ
ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ അന്തോണിക്ക് ഇടവരുത്തിയല്ലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളെ തന്നെ പരിത്യജിച്ച് എപ്പോഴും എല്ലാറ്റിനുമുപരിയായി അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിൻ്റെ മകനായിരുന്നു. അബിയേൽ സേറസിൻ്റെയും സേറോർ ബെക്കാറോത്തിൻ്റെയും ബെക്കാറോത്ത് അഫിയായുടെയും പുത്രനായിരുന്നു. അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു. കിഷിന് സാവോൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. അവൻ്റെ തോളൊപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അവർ എഫ്രായിം മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഷാലീം ദേശത്തും തിരക്കി, അവിടെയും ഇല്ലായിരുന്നു. അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സാമുവലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സാവൂളിൻ്റെ പട്ടണവാതിക്കൽ വെച്ച് സാമുവലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ? സാമുവൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. മലമുകളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക. ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാം. സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. കർത്താവെ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു.
അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പായുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വീട്ടിൽ ഈശോ ഉണ്ട്. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വീട്ടിൽ ഈശോ ഉണ്ട്. ഈ ഒരു വാക്ക് തന്നെ ഒന്ന് ധ്യാനിച്ചാൽ നമ്മൾ ഈശോയെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഈശോയെ അനുഗമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ ചില ആളുകൾ പറയും, ഭയങ്കര അസ്വസ്ഥതയാണ്, വീട്ടിൽ സമാധാനമില്ല, എപ്പോഴും വഴക്കാണ്. ചിലർ മദ്യപാനം നന്നായിട്ട് നടത്തുന്നുണ്ട് വീട്ടിൽ. ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞിട്ടും നമ്മൾ കൃത്യമായിട്ട് ഈശോയെ ഫോളോ ചെയ്യുന്നില്ല. ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്ന് ചിലപ്പോൾ എഴുതി വെച്ചിട്ടും, ഇപ്പോഴൊക്കെ കുറവാണ്, പണ്ട് അങ്ങനെ കൂടുതലായിട്ട് കണ്ടിരുന്നു. ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ, എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ, എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്. അപ്പോൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ ദിവസം ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കൂടെയാണോ? നമ്മൾ പേരിനങ്ങനെയാണ്, ഈശോയുടെ കൂടെയാണ്, നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ ഈശോയുടെ കൂടെയാണ്. പക്ഷേ നമുക്ക് ഈശോയുടെ കൂടെ നിൽക്കേണ്ട ചില സ്വഭാവങ്ങൾ നമ്മളില്ലെങ്കിൽ, ഈശോയോട് ചേരാത്ത ചില ശീലങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, അങ്ങനെയാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി ഈശോ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എഴുന്നേറ്റ് അവൻ ഈശോയെ അനുഗമിച്ചു. അവൻ മുൻപും പിൻപും നോക്കാതെ, വേറൊരു പുനരാലോചന ഇല്ലാതെ അവൻ ഈശോയെ അനുഗമിച്ചു. അതാണ്, അതുപോലെ അനുഗമിക്കണം. ഇത് അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മോമെൻറ്റിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. മുഴുനീളൻ, അനുനിമിഷം, അനുദിനം, മരണം വരെ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. അത് ഈശോയുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് അതിന് നമ്മളെ അഡ്മിഷൻ തന്നതാണ് മാമോദീസ. ഈശോയുടെ കൂടെ നിന്നോളാമെന്ന് വാക്ക് കൊടുത്തപ്പോൾ കിട്ടിയ കൂദാശകളാണ് കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിവാഹം. ഈശോ ഞങ്ങളുടെ കൂടെ നിന്നോളാം. അപ്പോൾ ഈശോയെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈശോയെ നമ്മൾ കൃത്യമായിട്ട് അനുഗമിച്ചാൽ ഈശോ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഈശോ ഈ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗം. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അങ്ങനെ മരത്തിൽ കയറിയവൻ അവിടെ ഈശോ കടന്നു പോകുമ്പോൾ, സഖ്യബൂസ് നീ വേഗം ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവൻ ഈശോയെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ കയറിയിരുന്നത്. അപ്പോൾ അത് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഈശോയെ അനുഗമിച്ചാൽ തീർച്ചയായിട്ടും ഈശോ നമ്മുടെ വീട്ടിലുണ്ട്. ഇനി ഈശോ ഒരു പ്രത്യേക അനുഭവം തരാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിനിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും എല്ലായിടത്തൊന്നും ഭക്ഷണത്തിനിരുന്നിട്ടില്ല. ഇന്നത്തെ ഇതിൽ ഭക്ഷണത്തിനിരിക്കുന്നു ലേവിയുടെ കൂടെ. അത് തീരുമാനമായി, കർത്താവ് തെരഞ്ഞെടുത്തതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണത്തിനാണ് വന്നിരിക്കുന്നത്, ആത്മീയ ഭക്ഷണം, പരിശുദ്ധ കുർബാന. ഇത് കർത്താവ് തീരുമാനമാക്കിയ കാര്യമാണ്. നിന്നെ പരിപോഷിപ്പിക്കാൻ, നിന്നെ വളർത്താൻ, നിന്നിൽ വസിക്കാൻ, നിന്നോട് കൂടെ ചേർന്ന് നിൽക്കാൻ കർത്താവ് തീരുമാനമാക്കിയ കാര്യമാണ് ഈ വിരുന്ന്, ഈ പരിശുദ്ധ കുർബാന അർപ്പണം. പക്ഷെ നമ്മൾ തീരുമാനിച്ചോ എന്നതാണ് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാനിങ്ങനെ
കർത്താവെ കനിയണമെന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിച്ചത്. ഒരു ലേഡി, അവർ മലയാളിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു 2 പേര് ഒരു കുട്ടിയുമായിട്ട് അവിടെ വന്നു. മുകളിൽ വന്ന് നോക്കിയപ്പോൾ പാട്ടുകാരുടെ ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ പാട്ടുകാരുണ്ട്. നൈസായിട്ട് ആ വാതിലിൻ്റെ ഇടനാഴിയിൽ നിന്നിട്ട് അവർ വീഡിയോ എടുത്തിട്ട് പോയി. കുർബാന നടന്നുകൊണ്ടിരിക്കുക, വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ ഇത് കർത്താവിനെ അനുഗമിക്കലല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത്. നൈസായിട്ട് വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ വീഡിയോ എടുക്കുക, ഫോൺ വിളിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. സഭയ്ക്ക്, ദൈവാരാധനയ്ക്ക് ചേരാത്ത വസ്ത്രധാരണം, ദൈവാരാധനയ്ക്ക് ചേരാത്ത വസ്ത്രധാരണം അത് അനുഗമിക്കലല്ല. ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ സ്കാർഫ് ധരിക്കണം. കാരണം ബൈബിളിൽ 1 കൊരിന്ത്യർ 11:10 ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിൻ്റെ പ്രതീകമായി ഈ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കട്ടെ. നമ്മുടെ ശീലമല്ലേ, ശീലം മാറിയത് കണ്ടോ? അനുഗമിക്കൽ പോയി കീഴ്പോട്ട് പോയ പോലെ. അതാണ് നമ്മളപ്പോൾ എവിടെയാണ്? ഈശോയെ അനുഗമിച്ചാൽ ഈശോ വീട്ടിൽ വരും. ഈശോ വീട്ടിൽ വന്ന് നിന്നെക്കുറിച്ചൊരു തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ ഇന്ന് ഭക്ഷണത്തിനിരിക്കും. അത് പ്രതീകമായിട്ടാണ്. ഇന്നത്തെ 1ാം വായന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കിഷ് എന്ന് പറയുന്ന ആളുടെ മകനാണ് സാവൂൾ. അപ്പം കിഷിന് കുറേ കഴുതകളുണ്ടായിരുന്നു. അത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായമാണ്. വായിച്ചു നോക്കുന്നത് നല്ല രസകരമാണ്. അപ്പം കഴുത പോയി, കഴുത കാണാതെ കഴുതയെ കിട്ടാൻ വേണ്ടി മകനെ വിട്ടിരിക്കുക. ഒരു ഭൃത്യൻ്റെ കൂടെ വിട്ടു. ഭൃത്യൻ്റെ കൂടെ വിട്ടത് ഒറ്റക്ക് പോയിരുന്നെങ്കിൽ കാര്യം നടക്കിയാലായിരുന്നു. ഭൃത്യൻ കൂടെ ഉണ്ടായിരുന്നു, നന്നായി. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇപ്പം തീർത്ഥാടനത്തിനൊക്കെ വരുമ്പോൾ കുടുംബസമേതാണ് വരുന്നത്. അത് നല്ലതാ, കെണികളിൽ വീഴാതിരിക്കാൻ. പറുദീസയിൽ ഹവ്വ ഒറ്റയ്ക്കൊന്ന് പുറത്തേക്ക് ഉലാത്താനായിട്ട് ഇറങ്ങിയതാ. സാത്താൻ പിടികൂടി, പഴം തിന്നു, പറുദീസെന്ന് പുറത്തായി. ഒറ്റയ്ക്ക് നടക്കരുത്. ഒറ്റയ്ക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. നമ്മളൊരു സഭയ്ക്ക് ചേരാത്ത വസ്ത്രധാരണം നടത്തിയാൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കാത്തതിന് തുല്യമാണ്. കൂടെയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അതാണ്. അപ്പോൾ അങ്ങനെ കഴുതയെ നോക്കി കുറേ സ്ഥലത്ത് കഴുതകളെ അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഈ സാവൂൾ പറഞ്ഞു, സാവൂൾ ബെഞ്ചമിൻ ഗോത്രത്തിലെ ആളാണ്. അപ്പോൾ സാവൂൾ പറഞ്ഞു, ഇനി നോക്കിയിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ കഴുതയെ നോക്കി നടന്ന് എൻ്റെ അപ്പൻ ഇനി എന്നെ നോക്കി നടക്കും, നമുക്കിനി പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ കൂടെയുള്ള ഭൃത്യൻ പറഞ്ഞു, അങ്ങനെ വരട്ടെ, പോകാൻ വരട്ടെ. നമുക്ക് ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായൊരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. ഭൃത്യനൊരു വർത്തമാനം പറഞ്ഞു. അപ്പം സാവൂൾ പറഞ്ഞു, എങ്കിൽ ശരി, നമുക്ക് പോകാം. അങ്ങനെ പോയി കുറേ യുവതികളെ കാണും. യുവതികളോട് ചോദിക്കും, എവിടെയാണ് ദൈവപുരുഷൻ? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇതൊരു ദൈവ ക്രമീകരണമാണ്. അങ്ങനെ ചെന്ന് സാമുവലിനെ കാണും. പ്രവാചകൻ സാമുവലാണ്. അപ്പം സാമുവൽ, നമ്മളിങ്ങനെ നാട്ടിലെ ഒരു വർത്തമാനമുണ്ട്, അത് 9-ാമത്തെ വാക്യമാണ്. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാം, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. നമുക്ക് പള്ളിയിൽ പോകാം, നമുക്ക് വേളാങ്കണ്ണി പോകാം, ഇങ്ങനെ. ഇത് നല്ലതാണ്. അപ്പം ദീർഘദർശിയുടെ അടുത്ത് പോകാം എന്നൊരു വർത്തമാനം നാട്ടിലുണ്ട്. അങ്ങനെ പോയാൽ രക്ഷപ്പെടും. അങ്ങനെ വന്നതാ. അങ്ങനെ വന്ന് അങ്ങനെ യുവതികളെ കണ്ടു. അവർ കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തു. 1 സാമുവൽ 9-ാം അധ്യായം 19-ാം വാക്യം. സാമുവൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. അതായത് സാമുവലിന് ദർശനം ഉണ്ടായി. ഒരാൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ സാമുവൽ പറഞ്ഞു, അത് ഇതാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അവർ അന്വേഷിച്ച് വരുമ്പോൾ സാമുവൽ പറയും, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നയാളും. എന്നിട്ട് പറയും, മലമുകളിലേക്ക് എൻ്റെ മുൻപ് നടന്നുകൊള്ളുക, ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണത്തിന് നല്ല വിരുന്നൊക്കെ ഒരുക്കി. ഇതെല്ലാം കഴിഞ്ഞ് സാവൂളിനെ പ്രത്യേകമായിട്ട് വിളിച്ച് വീടിൻ്റെ മുകൾ തട്ടിൽ, അതായത് പെട്ടെന്ന് മറ്റേ ഭൃത്യനെ കൂടാതെ സാവൂളിനെ പ്രത്യേകം വിളിച്ച് ഒരു കാര്യം പറയും. പ്രഭാതമായപ്പോൾ സാമുവൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്നു സാവൂളിനെ വിളിച്ച്, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സാവൂൾ എഴുന്നേറ്റ് അവനോടുകൂടെ വഴിയിലേക്ക് ഇറങ്ങി. അങ്ങനെ 1 സാമുവൽ 10-ാം അധ്യായമാകുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവൻ
അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ നിയമിച്ചിരിക്കുന്നു. ഒന്നോർത്ത് വയ്ക്കുക, കഴുതയെ തിരക്കി വന്നവൻ രാജാവായി. അത് ദൈവാനുഭവമാണ്. കഴുതയെ തിരക്കി വന്നവൻ രാജാവായി. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് ചുങ്കസ്ഥലത്തിരുന്നവൻ മത്തായിയായി, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവൻ സുവിശേഷക എഴുതുന്നയാളായി മാറി. അതാണ് ദൈവം. ഭക്ഷണത്തിനിരുന്നാൽ ഈ ബലിയർപ്പണം ഭക്ഷണത്തിനിരിപ്പാണ്. ഇവിടെ വലിയ മാറ്റമുണ്ടാകും. നമ്മളത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ. ഇത് ദൈവാരാധന കൂടിയാണ്. ദൈവാരാധനയിൽ ദൈവ പൈതൽ അതിന് ചേരുന്ന രീതിയിൽ അതിനെ പങ്കെടുത്ത് സ്വീകരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും. അപ്പം ഇത് ഈ പഴയ നിയമത്തിലെ സാവൂൾ, പുതിയ നിയമത്തിലൊരു സാവൂൾ നമുക്കറിയാമല്ലോ. ഇവർ രണ്ടുപേരും ബെഞ്ചമിൻ ഗോത്രത്തിലാണ്. കാരണം സാവൂള് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. സാവൂൾ തന്നെ പറയുന്നുണ്ട്. അപ്പം പുതിയ നിയമത്തിലെ സാവൂളിനെ ശിരസിൽ കൈവച്ചത് ദൈവവിഹിത പ്രകാരം അനനിയാസാണ്. അനനിയാസ് കൈവച്ചു. അപ്പം 3 ദിവസം കാഴ്ചയിലായിരുന്നു. ചിലമ്പലി പോലെ കണ്ണിൽ നിന്ന് അടന്നുപോയി. മാമോദീസ സ്വീകരിച്ചു, ഭക്ഷണം കഴിച്ചു, പിന്നെ പ്രഘോഷണം ആരംഭിച്ചു. പഴയ നിയമത്തിലെ സാമുവലിന്റെ കൈവെപ്പ് പ്രാർത്ഥന കിട്ടി, ഒലിവെണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തു, പിന്നെ അത് രാജാവായി. അതാണ് ഇത്. ഇങ്ങനെ ഒരു നിമിഷം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. അത് 1 സാമുവേൽ 9:27 വാക്യം. ഒരു നിമിഷം ഇവിടെ നിൽക്കുക. ഈ വാക്കുകളൊക്കെ ഞാനിങ്ങനെ പറയുന്നത് നമ്മൾ ധ്യാനിക്കണം. നമ്മളിങ്ങനെ പല വിചാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏത് നിമിഷത്തിലാണ് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. ഈ തീർത്ഥാടനത്തിൻ്റെ ഹൈലൈറ്റാണ് പരിശുദ്ധ കുർബാന. കടപ്പുറത്ത് പോകാം, അവിടെ ഇവിടെ കലഞ്ഞിരിഞ്ഞ് നടക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ തീർത്ഥാടനത്തിൻ്റെ ഹൈലൈറ്റാണ് ഈ ദിവ്യ വിരുന്ന്. ഇതിന് വില കൊടുത്താൽ അനുഗ്രഹം ഉണ്ടാകും. കർത്താവ് ഇഷ്ടപ്പെടുന്നവരെ കർത്താവ് വീട്ടിൽ വിളിച്ച്, അങ്ങനെ വീട്ടിൽ വിളിക്കുന്നവരെ കർത്താവ് വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു അനുഭവം കൊടുക്കും. വീട്ടിൽ വന്നാൽ ഇനി അടുത്ത പദ്ധതി കർത്താവിനുണ്ടെങ്കിൽ ഭക്ഷണത്തിനിരിക്കും. പ്രിയ ദൈവമേ, നിന്നെ മാമോദീസയിലൂടെ വിളിച്ച് ക്ഷണിച്ച് സഭയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നിന്നെ പരിപോഷിപ്പിച്ച മറ്റു കൂദാശകളിലൂടെ, എന്നിട്ട് നിനക്ക് എന്നും ഭക്ഷണത്തിനിരുത്തി നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ ദിവ്യവിരുന്ന്. ഭക്ഷണത്തിനിരുത്തുക. അതാണ് മരുഭൂമിയിൽ നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം പരിത്യജിക്കുക എന്ന വചനം കേട്ട് മരുഭൂമിയിൽ താമസിച്ചവൻ, ആ വിശുദ്ധ അന്തോണീസ്, മരുഭൂമിയിലെ ഈജിപ്തിലെ അന്തോണീസ് വിശുദ്ധ അന്തോണീസായി മാറി. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂൾ സഭയിലെ വലിയ അപ്പോസ്തലനായി മാറി. അതാണ് ഇങ്ങനെ. അത് ദൈവത്തിന് മാറ്റാൻ സാധിക്കും. കാരണം ദൈവം വിചാരിച്ചാൽ ഇങ്ങനെ ഇവിടെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു രംഗമുണ്ട്. 1 സാമുവേൽ 1-ാം വായനയാ 10-ാം അധ്യായം, 1 സാമുവേൽ 10-ാം അധ്യായം 1-ാം വാക്യം. കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നൊരു കാര്യം. നമ്മളത് ധൂർത്തപുത്രന്റെ കഥയിൽ ഈ ചുംബനം കൊടുക്കുന്നുണ്ട്. അത് ചുംബിക്കാൻ ദൈവം തയ്യാറാ, അഭിഷേകം തരാൻ തയ്യാറാ. പക്ഷേ പന്നിക്കൂട് വിടണം. നീ പന്നിക്കൂടും നിന്റെ ദൈവത്തിന്റെ ബലിയും അത് രണ്ടും കൂടി നടക്കൂല. നിനക്ക് മോതിരം തരാൻ തയ്യാറാണ്, നിനക്ക് വിരുന്ന് തരാൻ തയ്യാറാണ്, നിന്നെ പരിപോഷിപ്പിക്കാൻ തയ്യാറാണ്, നിന്നെ അഭിവൃദ്ധി കൊണ്ട് നിറക്കാൻ തയ്യാറാണ്. പക്ഷെ നീ പന്നിക്കൂട് വിടണം. ക്രിസ്തു നിന്റെ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ് നീ എഴുതി വെക്കുകയും എൻ്റെ ജീവിതത്തിന്റെ നാഥനെന്ന് നീ പറയുകയും ചെയ്തിട്ട് നിനക്ക് ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ നാഥനെന്ന് നിനക്ക് പോലും തോന്നാത്ത വിധത്തിൽ നിന്റെ ജീവിതം ഇങ്ങനെ വഴിവിട്ടതുപോലെ വിട്ടുകളഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, ഒരു അനുഭവം പോലും ഉണ്ടാകില്ല. അതാണ് ഈ വിരുന്ന്, അതാണ് ഈ ദിവ്യ വിരുന്ന്. ഈ പരിശുദ്ധ കുർബാന അർപ്പണം ഇതൊരു ദൈവാരാധനയാണ്. അനവധി അനുഗ്രഹങ്ങളാണ് ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അത് നീ വില കൊടുത്താൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. മറിയത്തിൻ്റെ പള്ളിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മറിയം അത് തന്നെയാണ് ചെയ്തത്. കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. ഈ പരിശുദ്ധ കുർബാന അർപ്പണം എന്താണെന്ന് അറിയാവോ? കുരിശിൻ ചുവട്ടിലുള്ള നിൽപ്പ. കാരണം കുരിശ് മരണത്തിൻ്റെ അനുസ്മരണമാണ് പരിശുദ്ധ കുർബാന. ഇനി കുമ്പസാരം കുരിശ് മരണത്തിൻ്റെ റിസൾട്ടാണ് പാപമോചനം. കുരിശ് മരണത്തിൻ്റെ റിസൾട്ട് അത് സ്വീകരിക്കാൻ പോകുന്നതാണ്. ആ ഫലം മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് കുമ്പസാരം. അപ്പൊ രണ്ടും കുരിശാരാധന. അപ്പൊ കുരിശാരാധന വിരുന്നാണ്, നമുക്കുള്ള വിരുന്നാണ്. ഈശോ തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തരുന്നത്, തൻ്റെ ശരീര രക്തങ്ങൾ തരുന്ന വിരുന്ന്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കാൻ വിളിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഈ വിരുന്നിലേക്ക് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കാനുള്ള വിളിയാണ്. സാവൂളിനെ സാമുവേൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് അനുഗ്രഹിച്ചതുപോലെ
ലേവിയുടെ വീട്ടിൽ ഈശോ ഭക്ഷണം കഴിക്കാനിരുന്ന് ലേവിയെ കണക്കെഴുതിക്കൊണ്ടിരുന്നവനെ സുവിശേഷം എഴുതുന്നവനാക്കി മാറ്റി അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ, സെറാഫുകളൊന്ന് യേശയ്യാക്കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. പരിശുദ്ധം ഈ ദിവ്യവിരുന്നിന്, ഈശോയുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള ഈ വിരുന്നിന്, ഈശോയാകുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഈ വിരുന്നിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാൻ പരിശുദ്ധമ്മേ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ആമേൻ. ജീവഭാരമും ഇനി നീർക്കണങ്ങളും ഉயிருള്ള ആസയിൽ ഈടാം ഞാൻ. ജീവഭാരമും ഇനി നീർക്കണങ്ങളും ഉயிருള്ള ആസയിൽ ഈടാം ഞാൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ അന്തോണിയുടെ സ്മരണയ്ക്കായി അങ്ങ് താരയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീർക്കണമേ. ഐഹിക പ്രതിബന്ധങ്ങളിൽ നിന്ന് വിമുക്തരായി ഞങ്ങളുടെ സർവസമ്പാദ്യവും അങ്ങ് മാത്രമായി തീരാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു.
ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുവമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വെങ്കലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരണമേ. അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കൂ. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാറായ മിത്രാനോടും വൈദികഗണത്തോടും ഒത്ത സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമറിഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശ്രമൊത്ത നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത.
കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപാന്തകാര ശക്തികളുടെ മേൽ വ്യക്തമായ വിജയം വരിക്കാൻ വേണ്ട അനുഗ്രഹം വിശുദ്ധ അന്തോണിക്ക് അങ്ങ് നൽകിയല്ലോ. അങ്ങ് രക്ഷാകരമായ കൂദാശകളാൽ സമ്പുഷ്ടരായ ഞങ്ങളെ ശത്രുക്കളുടെ എല്ലാ കെണികളും കീഴടക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിന്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. കാരണം കർത്താവിനെ നമ്മുടെ ജീവിതത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ വരും, നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ ഉള്ളിൽ വരും. ഇനി ഉള്ളിൽ വന്ന നമുക്കൊരു വിരുന്ന് തരും. നമ്മൾ കർത്താവിൻ്റെ വിരുന്ന് പങ്കെടുത്തതിന് ശേഷമുള്ള കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സ്തുതിപ്പാണ്. കൂട്ടായ്മയിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്നാണ്. അതുകൊണ്ട് ആ രക്ഷാനാമം വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ. ആരെയും നോക്കാതെ എൻ്റെ ഈശോ, എൻ്റെ ഈശോ. പ്രിയ ദൈവ പൈതലേ, നീ നിന്റെ കർത്താവിനെ നിനക്ക് വേണ്ടി, ഒരു പാപവും ചെയ്യാത്ത ഈശോ നിനക്ക് വേണ്ടി പാപപരിഹാരമായി കുരിശിൽ മരിച്ചതിന്റെ അനുസ്മരണം നമ്മളിവിടെ കൊണ്ടാടി കഴിയുമ്പോൾ നിനക്ക് നിന്റെ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി നീ പൂജിക്കുന്നുണ്ടെങ്കിൽ നീ കരമുയർത്തി വിളിക്കട്ടെ, യേശുവേ. കർത്താവേ, ഈ ജനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ഈ തീർത്ഥാടനം ഇവരുടെ ഒരു ശ്രമമാണ്. മാതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന് കർത്താവേ, ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഒന്ന് മാറണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് നല്ല ജോലി കിട്ടണമെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, കടബാധ്യത മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പഠിക്കാൻ, പഠന മേഖലയിൽ നല്ല ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മദ്യപാനം, വഴക്ക്, ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, നല്ല ഭവനം ലഭിക്കണമെന്ന്, യേശുവേ, നല്ല സന്തോഷമായ ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. രോഗികൾ വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയൊരു സഹോദരൻ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. കർത്താവേ, അവന് വേണ്ടി നടത്തപ്പെടുന്ന ട്രീറ്റ്മെന്റുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഫലിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ പ്രസാദപര ശക്തി ഇപ്പോൾ ഓരോ ശരീരങ്ങളിലും ഇറങ്ങി വരട്ടെ. മരിയൻ അഭിഷേകം ഇവർക്ക് കൂട്ടായിരിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ തീർത്ഥാടനം ഇന്ന് അവസാനിക്കുന്നതിന് മുൻപ്, ഇവരുടെ ഈ തീർത്ഥാടനം തീരുന്നതിന് മുൻപ് പല തടസ്സമേഖലകളും തുറന്നു കൊടുക്കണമേ. വഴി തുറന്നു കൊടുക്കണമേ. മരിയൻ അഭിഷേകത്തോടെ തിരികെ പോകാൻ കൃപ കൊടുക്കണമേ. ഈ തീർത്ഥാടനം വഴി ഈശോയോടൊരു പ്രത്യേക സ്നേഹമുണ്ടാകട്ടെ. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ നല്ല തീക്ഷ്ണത ഉണ്ടാകട്ടെ. യേശുവേ, ദൈവാരാധനയിൽ പങ്കെടുത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്ന ഇവരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കഴുതയെ തേടി വന്നവനെ രാജാവാക്കി വാഴിച്ച കർത്താവേ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നവനെ സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റിയ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും സഹായിക്കണമേ. പൊടുന്നന ദൈവശക്തി വരട്ടെ. ശരീരത്തിൽ അത് പ്രകടമായി അനുഭവേദ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഓരോ പൈതലിനെയും പേര് ചൊല്ലി വിളിച്ച കർത്താവേ, ഈ കൂട്ടായ്മയിലാണെങ്കിലും ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങ് കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് ഉറക്കെ പറഞ്ഞ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം.